എന്ത് ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു നല്ല വാക്ക് ആ മനുഷ്യനിൽ നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമോയെന്ന് അറിയില്ല. പലപ്പോഴും പലരും പറയണ ഒരു പരാതിയാണ് അല്ലേ. അപ്പം നമ്മൾ ഒരു നല്ല വാക്ക്, ഒരു നല്ല ചെയ്തിക്ക് ഒരു നല്ല വാക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടില്ലേ? ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇടുന്ന കണ്ടിട്ടില്ലേ? എന്തിനത്? ഒരു തമ്പ് അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊരു ഒരു 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 കമൻറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊരു സന്തോഷം വരുന്നു. കാരണം എൻ്റെ നല്ല പ്രവൃത്തികൾക്ക് കയ്യടി കിട്ടുന്നു, ആൾക്കാർ തമ്പടിക്കുന്നു. യെസ്, ഐ ഫീൽ ഹാപ്പിനെസ്, ഐ ഫീൽ കോൺഫിഡൻറ്റ്. ഒരു അപ്രീസിയേഷൻ കിട്ടുക, ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുക, ഒരു സ്മൈൽ കിട്ടുക, ഒരു കൈയൊന്ന് വേവ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളെ ഒന്ന് അക്നോളജ് ചെയ്യുക, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. ഇനി ഈ കിട്ടുന്ന അപ്രീസിയേഷൻ, എൻകറേജ്മെൻറ്റ്, സ്മൈല്, റെക്കഗ്നേഷൻ, സമ്മാനം, അക്നോളജ്മെൻറ്റ്, ഇതിനെല്ലാം കൂടി ഞാൻ പറയാൻ പോകുന്ന ഒരു വാക്കാണ് സ്ട്രോക്ക്. STROKES. ഒരു കരയുന്ന കുഞ്ഞുണ്ടല്ലോ, ഒരു കരയുന്ന കുഞ്ഞ് അമ്മയെടുത്ത് ഇങ്ങനെ തട്ടി കഴിയുമ്പോഴേ അവൻ ഡിസ്കംഫർട്ടായിരുന്നു. പക്ഷെ അമ്മയുടെ തട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ തട്ട് കിട്ടി, വലിയ അമ്മൂമ്മയുടെ, മുത്തച്ഛൻ്റെ, കുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരു തട്ട് തട്ടുമ്പോൾ കുട്ടി കംഫർട്ടാവും. കുട്ടിയുടെ വൈകാരിക പ്രശ്നം തീർന്നു, കുട്ടി ഭയങ്കര ഹാപ്പിയായി. ഇതുപോലെ ഓരോ മനുഷ്യനും ജനനം മുതൽ മരണം വരെ പലതരം തട്ടുകൾ, കൈയോട്ട് മാത്രമല്ല, അതൊരു പുഞ്ചിരിയാവാം, ഇത് സംസാരമാക്കാം, ഒരു വാക്കാവാം, ഒരു സമ്മാനമാവാം, അല്ലെങ്കിൽ അവർക്കൊരു ഭക്ഷണമാവാം, അവരുടെ കൂടി ഇരിക്കുന്നതാവാം, അവർ പറയുന്നത് കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ മെസ്സേജിനോട് പ്രതികരിക്കുന്നതാവാം. ഇനി ഇതിനെ എല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന വാക്കാണ് സ്ട്രോക്സ്. ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. പൊന്നു സുഹൃത്തെ, ഷോക്കല്ല, ഷോക്ക് കൊടുക്കല്ലേ, ബന്ധം വിച്ഛേദിച്ച് വഷളായിപ്പോവും. സ്ട്രോക്ക്, STROKES. എ യൂണിറ്റ് ഓഫ് റെക്കഗ്നേഷൻ ഓർ അറ്റൻഷൻ ദാറ്റ് പീപ്പിൾ ഗീവ് ടു ഈച്ച് അതർ. യൂണിറ്റ് ഓഫ് റെക്കഗ്നേഷൻ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, നമ്മൾ തിരിച്ചു മേടിക്കുന്ന റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധയാവാം, നമ്മൾ പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കൊടുത്തുകൊണ്ടിരിക്കലുണ്ടല്ലോ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ പുഞ്ചിരി ആയിക്കോട്ടെ, ഒരു നോട്ടമായിക്കോട്ടെ, ഒരു സ്മൈലായിക്കോട്ടെ, പുറത്തൊരു തട്ടായിക്കോട്ടെ, ഒരു കെട്ടിപ്പിടുത്തമായിക്കോട്ടെ, ഒരു ഉമ്മയായിക്കോട്ടെ, നല്ല വാക്കുകളായിക്കോട്ടെ, ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ റെക്കഗ്നേഷൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറേ കൂടി ഊഷ്മളമായി മാറും. ഓഫീസ് ജീവിതമായിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ജീവിതമായിക്കോട്ടെ, നിങ്ങൾ നന്നായി നല്ല ഒരുങ്ങി ചെന്നിട്ട്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് പുകയൊക്കെ ഒന്ന് മിനിക്ക് ചെന്നപ്പോൾ, ഓ സുന്ദര, സുന്ദരി, അടിപൊളിയായിട്ടുണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തൊന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയിരിക്കും? പ്രത്യേകിച്ച് 4 ആൾ കേൾക്കലെ വിളിച്ചു പറഞ്ഞായിരിക്കും യെസ്, സന്തോഷം ഫീൽ ചെയ്യും അല്ലേ. നേരെ മറിച്ച് ഇത്രയും ഭംഗിയായിട്ട് ചെന്നിട്ട് അയാളൊരക്ഷരം മിണ്ടിയില്ലെങ്കിലോ നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നും അല്ലേ. അപ്പോൾ നമ്മളൊരു സ്ട്രോക്ക് പ്രതീക്ഷിച്ചു അല്ലെ, ഒരു തട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ ഉള്ളിലൊരു വാക്വം ഫീൽ ചെയ്യും. ശരിയല്ലേ? നിങ്ങളും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഒരാളും മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ളൊരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഉണ്ടാവും. എല്ലാ മനുഷ്യരും പഠിച്ചിരിക്കേണ്ട ഒരു സൈക്കോളജിക്കൽ ടേമാണ് ഈ സ്ട്രോക്സ് എന്ന് പറയുന്നത്. STROKES കേട്ടോ. ഇത് കാണാതെ പഠിച്ചു വെച്ചോ വാക്ക് സ്ട്രോക്സ്. അംഗീകരിക്കപ്പെടാനുള്ളൊരു ദാഹം ഉണ്ടാവും. ദാഹം എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അസ്വസ്ഥനാവും അല്ലേ. കിട്ടണവരെ നമുക്ക് ഭയങ്കര പാരവശ്യം ഉണ്ടാവും അല്ലേ. ഇതുപോലെ അംഗീകാരം കിട്ടാനുള്ള, റെക്കഗ്നേഷൻ കിട്ടാനുള്ള ഒരു ദാഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു ഹങ്കർ ഫോർ ഫുഡ് അല്ലേ, ഭക്ഷണം കിട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി പിടിച്ചു തന്നെയായിരിക്കും, നമുക്കൊരു വായു കിട്ടാൻ വേണ്ടി എന്തൊരു വലിയ ആവേശമായിരിക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് ഈ റെക്കഗ്നേഷൻ കിട്ടാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവരെന്തെല്ലാം പ്രവർത്തനം, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നത് മാത്രമല്ല, നിങ്ങളതിന് എത്ര വലിയ വീട് വാങ്ങണം, എന്തിന് എത്ര വലിയ കാർ വാങ്ങുന്നത്, എന്തിന് എത്രയും ഭംഗിയായിട്ട് ഡ്രസ്സ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് അടിപൊളിയല്ലേ, പക്ഷെ ഇതിട്ട് നിങ്ങൾ കല്യാണത്തിന് പോവോ? വേണ്ടപ്പെട്ട ഒരാളുടെ പരിപാടിക്ക് പോവോ? ഇല്ലില്ല, ഒന്ന് ഒരുങ്ങിയേക്കല്ലേ പോവുള്ളൂ. എന്തിനത്? നമ്മളെല്ലാവരും റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും ഈ റെക്കഗ്നേഷൻ കിട്ടാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹമുണ്ട്.
അത് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുമോ? നിങ്ങൾ നന്നായി ഭക്ഷണം ഒരുക്കി വെച്ചു കേട്ടോ, വന്ന അതിഥി അല്ലെങ്കിൽ വീട്ടുകാരൻ, വീട്ടിലുള്ള മക്കൾ അത് കഴിച്ചു, ഒരക്ഷരം മിണ്ടാണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാക്വം ഫീൽ ചെയ്യും അല്ലേ? ഈ വാക്വം ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചും കൂടി വൈകാരിക ക്ഷമത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിക്കും. അത് ഞാൻ പറയാൻ മറന്നുപോയി, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോണ്ടല്ലോ ഒരു ദാഹം ശമിച്ചു. നേരെ മറിച്ച് അവരൊന്നും മിണ്ടിയില്ല, നമ്മളോട്ട് ചോദിച്ചില്ല, നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ സ്ട്രോക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആ യൂണിറ്റ് ഫില്ലാവില്ല. അംഗീകാരം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഭർത്താവിന് ആവശ്യമുണ്ട്, അച്ഛന് ആവശ്യമുണ്ട്, അമ്മയ്ക്ക് ആവശ്യമുണ്ട്, അമ്മായിമ്മയ്ക്ക് ആവശ്യമുണ്ട്, അമ്മാനച്ഛന് ആവശ്യമുണ്ട്, ബോസിന് ആവശ്യമുണ്ട്, സബോർഡിനേറ്റിന് ആവശ്യമുണ്ട്, അയലക്കത്തെ ചേട്ടന് ആവശ്യമുണ്ട്, നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ആവശ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചേട്ടന് അതിൻ്റെ ഒരു കുറവുണ്ട്. നിങ്ങൾ ചുറ്റും കാണുന്ന നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർക്ക് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാവും. പക്ഷേ അംഗീകാരം കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ട് വേണോ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നല്ലത് കണ്ട 4 ആളോട് പറയണമെന്ന്. നല്ലത് കണ്ട 4 ആളോട് പറയാറുണ്ടോ? ഈ അടുത്ത് നല്ലത് കണ്ടിട്ട് 4 ആളോട് പറഞ്ഞത് എന്തുണ്ടായി? ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിയേ. ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച, വേണ്ട കഴിഞ്ഞ മാസം, വേണ്ട കഴിഞ്ഞ കൊല്ലം നല്ലത് കണ്ടപ്പോൾ ഞാൻ 4 ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇന്ന ആൾ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു. എന്നാൽ നല്ലത്. പക്ഷേ ബഹുഭൂരിപക്ഷം മനുഷ്യർക്ക്, ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കേട്ടോ ഈ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞത്. എൻ്റെ അരികെ വരുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാണ്ട് ഒരു കൃത്യമായ ഒരു ഡാറ്റയൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ സ്ഥിരം കാണുന്ന കൗൺസിലിംഗ് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ സ്ട്രോക്ക് കൊടുക്കാൻ അറിയില്ല, എങ്ങനെ കൊടുക്കണ്ടേന്ന് അറിയില്ല. നമ്മളൊരു നല്ലത് ചെയ്താൽ ചിലപ്പോൾ പുഞ്ചിരിക്കൂല, തല നാട്ടൂല, ഒരു താങ്ക് യു പറയില്ല. ചില ആൾക്കാരുണ്ട് ഇത് കൊടുക്കാൻ അറിയില്ല, ചില ആൾക്കാരുണ്ട് ഇത് കൊടുക്കാൻ ഭയങ്കര പിശുക്കാണ്, നല്ലത് കണ്ടാൽ പറയില്ല. വളരെ പിശുക്കുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെ പിശുക്കുള്ള ആൾക്കാർ? അതുപോട്ടെ, വീട്ടിലെ കാര്യം പോട്ടെ, നിങ്ങൾ നല്ല പിശുക്കുള്ള ആളാണോ? അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്നറിയോ? നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്, നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് പണിയെടുക്കുന്നു, പക്ഷെ അംഗീകാരം തരേണ്ടവർ അംഗീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ ബന്ധം ഏറ്റവും മനോഹരമായി പോകാൻ നമ്മൾ അതിനു വേണ്ടി അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പക്ഷെ അവർ അംഗീകാരം തരുന്നില്ല. അപ്പം എന്തുണ്ടാവും? നമുക്കൊരു വാക്വം ഫീൽ ചെയ്യും, ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഘട്ടം കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നരകമായിട്ട് മാറും ജീവിതം. എവരി അപ്രീസിയേഷൻ ഈസ് എ ഡെപ്പോസിറ്റ്. Every appreciation is a deposit. Every encouragement is a deposit. Every smile is a deposit. നമ്മുടെ പുഞ്ചിരി ഒരു ഡെപ്പോസിറ്റാണ്. പിന്നെ എവറി അക്നോളജ്മെന്റ്, ഡേ കണ്ടടേ ഓക്കെടാ, ഈസ് എ ഡെപ്പോസിറ്റ്. എവറി അക്നോളജ്മെന്റ് ഈസ് എ ഡെപ്പോസിറ്റ്. ആർക്ക്? നമുക്ക് വേണ്ടപ്പെട്ടവരെ വളർത്തിയെടുക്കാൻ വേണ്ടി, അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, അവരെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി, നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാവാൻ വേണ്ടി, നമ്മുടെ കൂടെയുള്ളവരെ കൂടെ നിർത്താൻ വേണ്ടി, ഒരുമിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടി ഉള്ള നമ്മുടെ നിക്ഷേപങ്ങളാണ് ഈ പറഞ്ഞത്. ശരിക്കും നിങ്ങൾ വീട്ടിലിങ്ങനെ നിക്ഷേപം കൊടുക്കാറുണ്ടോ? ശരിക്കും നിങ്ങൾ ഈ വീട്ടിൽ നിക്ഷേപം കൊടുക്കാറുണ്ടോ? അപ്രീസിയേഷൻ എന്ന ഡെപ്പോസിറ്റ് ഇപ്പോൾ കൊടുത്തിട്ട് എത്ര ദിവസമായി? നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വീട്ടിൽ അപ്രീസിയേഷൻ കൊടുത്തിട്ട് എത്ര ദിവസമായി? എൻകറേജ്മെൻറ്റ് കൊടുത്തിട്ട് എത്ര നാളായി? നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സ്പൗസിന്, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് കൂടെ ജോലി ചെയ്യുന്നവർക്ക്. അല്ല, പുഞ്ചിരിക്കാൻ തന്നെ ചിലർ മറന്നു. എൻ്റെ പൊന്നെ സുഹൃത്ത്, ഇടയ്ക്ക് രാവിലെ പുറത്തിറങ്ങുമ്പോഴേ ഇവിടേക്ക് ഒന്ന് തട്ടിക്കോളൂ കേട്ടോ. ചിലരുടെ മുഖം ഇങ്ങനെ ഇരിക്കുക, എന്തുകൊണ്ടല്ലെങ്കിൽ ഇതിങ്ങനെ ചിരിക്കാൻ പഠിക്കുന്നുണ്ടാവും. ഒന്ന് ചിരിച്ചു. ഇനി ചിരിക്കാൻ പറ്റാത്തവർ ചീസ് പറഞ്ഞ് എൻ്റെ ഒപ്പം പറഞ്ഞ് ചീസ്. ഇതൊരു ഡെപ്പോസിറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കാണുമ്പോൾ ചീസ് എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു നോക്കി. ശബ്ദം പറയണ്ട കേട്ടോ, ശബ്ദം പുറത്ത് കയറേണ്ടത്. ചീസ് ചെയ്ത് നോക്കി. ചോദ്യം ഇതാണ്, നിങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിക്ഷേപിക്കുന്നുണ്ടോ? അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ടോ? എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ? റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ സ്ട്രോക്കിൻ്റെ നിക്ഷേപം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കുക. ആർക്കൊക്കെ? എല്ലാവർക്കും, നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ, വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച്.
നിങ്ങൾ സ്ട്രോക്കിൻ്റെ അംഗീകാരം കൊടുക്കുന്നതിൻ്റെ റെക്കഗ്നേഷൻ കൊടുക്കുന്ന നിക്ഷേപം നടത്തിയാൽ, ശ്രദ്ധിക്കണേ, നടത്തിയാൽ പലിശ അടക്കം അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു വരും. ഹലോ, അംഗീകാരം കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം, എന്നാലും അങ്ങോട്ട് കിട്ടുള്ളൂ. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 10 അംഗീകാരം കൊടുക്ക്, 2 അംഗീകാരം തിരിച്ചു വരും. കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, ഇതിനും പഠനവും ശാസ്ത്രീയമായ ഒരു സാധനം ഒന്നുമില്ല. കേരളത്തിലുള്ളവരുണ്ടല്ലോ ഈ അംഗീകാരം കൊടുക്കാൻ, റെക്കഗ്നേഷൻ കൊടുക്കാൻ, ഒരു സ്മൈലിന് കൊടുക്കാൻ, ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. സദ്യ എങ്ങനെയുണ്ടായെന്ന് വെച്ച് കുഴപ്പമില്ല എന്നാ പറയുള്ളൂ. നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളുടെ ഒരു അടിയന്തര സദ്യയായിരുന്നു, മരിച്ചതിന് ശേഷമുള്ള അടിയന്തര സദ്യയായിരുന്നു. അടിപൊളി സദ്യ. അപ്പോൾ അവിടുത്തെ വീട്ടിലൊരാൾ വിളമ്പാനായിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, പായസം ഗംഭീരമായിട്ടാണ്. അല്ല പക്ഷേ മോരുകറി എങ്ങനെയുണ്ടായിരുന്നു? ഓട്ടാ. ഇഞ്ചി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞാൽ എല്ലാം പട്ടയുണ്ട്, കണ്ട എൻ്റെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ മുഖത്തൊരു തെളിമ വന്നു. നേരെ ഞാൻ നോക്കും, പിന്നെ അയാൾ നേരെ പോയിട്ട് ആ സദ്യ നടത്തുന്ന ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആളോട് പോയി, അവിടുത്തെ മകനോട് പോയി പറയുന്നുണ്ട്, മാഷു പറഞ്ഞു സദ്യ അടിപൊളിയായി. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? ഈ മാസം സദ്യ കഴിക്കാൻ പോയില്ലേ? ഇല്ലേ? വേണ്ട, ഈ വർഷം പോയില്ലേ? എത്ര വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു ആ വീട്ടുകാരനോട്, എടോ സദ്യ നന്നായിട്ടുണ്ടെന്ന്. കുറവുകളുണ്ടെങ്കിൽ പറയാം കേട്ടോ, പക്ഷെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് 11 തരം കറിയുണ്ട്, അല്ലെങ്കിൽ 10 തരം വിഭവമുണ്ട്, 5 തരം വിഭവമുണ്ട്. ചില കറികൾക്ക് ചില പ്രശ്നം ഉണ്ടാവും, പക്ഷെ ചിലതിൻ്റെ നന്മയുണ്ടാവില്ല, അത് നമുക്ക് പറഞ്ഞൂടെ? അപ്പം നമ്മൾ ഈ നിക്ഷേപം നടത്തുന്ന കാര്യത്തിൽ പിശുക്കുണ്ടോ, അത് നമ്മൾക്ക് ധാരാളിത്തം ഉണ്ടോ എന്നും നോക്കണം കേട്ടോ. ഈ പിശുക്കൊന്ന് വിടണം. നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്ക് ഒന്ന് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ദിവസം 5 എണ്ണം കൊടുക്കാൻ പറ്റുമോ? 20 എണ്ണം 10 എണ്ണം കൊടുത്താൽ 2 എണ്ണം വരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 എണ്ണം കൊടുത്താൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് 20 എണ്ണം കിട്ടും. ഇത് കൊടുക്കൂല കേട്ടാ, ഒരാൾക്കും നല്ലത് കണ്ടാൽ മിണ്ടൂല. ഇന്നും പറയില്ല, ഒരാഴ്ച കഴിഞ്ഞും പറയില്ല, 1 വർഷം കഴിഞ്ഞും പറയാത്ത മനുഷ്യന്മാരുണ്ട്. ഇനി അയാൾ മരിച്ചു കിടക്കുമ്പോൾ അപ്പുറത്ത് വന്നിട്ട് മാവിൻ്റെ ചൂട്ടിലോ അവിടെ മുറ്റത്ത് കസാരയിലേക്ക് ഇട്ടിട്ട്, ഇയാൾ അന്ന് എനിക്ക് ആ സഹായം ചെയ്യുന്നുണ്ട്, ഈ സഹായം ചെയ്തിട്ട് ഭയങ്കര സംഭവമാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, അയാളുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ നന്മകൾ അയാളോട് പറഞ്ഞെങ്കിൽ അയാൾ അത്ര മോട്ടിവേറ്റഡ് ആയാന്. മരിച്ചു കിടക്കുമ്പോഴാണ് അത് പറയുക. നമ്മളിപ്പോൾ ഇന്ന് തീരുമാനം എടുത്തു കേട്ടോ, തീരുമാനം എടുക്കല്ലേ, ദിവസം 5 എണ്ണം വീട്ടിലുള്ളവർക്ക് കൊടുത്തൂടെ? രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നത് ഒരു സ്ട്രോക്കാണ്, ഒരു ചായ കിട്ടിക്കുമ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു സ്ട്രോക്കാണ്, ഒരുങ്ങി വരുമ്പോൾ കാണാമെന്ന് നല്ല സുന്ദരനായുണ്ടല്ലോ സുന്ദരിയാണെന്ന് പറയുന്നത് സ്ട്രോക്കാണ്, നല്ല ഭക്ഷണം വിളമ്പി കിട്ടുമ്പോൾ കൊള്ളാലോ, വൈകുന്നേരം ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, അതിനൊക്കെ നന്ദി പറയുക, അതിനൊരു പുഞ്ചിരി പറയുക, എനിക്കിത് ഇഷ്ടമായി, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായി, എനിക്ക് ആ വാങ്ങി തന്നത് ഇഷ്ടമായി, ഒന്ന് ഓർത്ത് വെച്ചൊന്ന് പറഞ്ഞൂടെ? എന്തെല്ലാം നന്മകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദിവസം 5 എണ്ണം വീട്ടിൽ കൊടുക്കണേ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു 5 എണ്ണം കൊടുക്കും, ഒരു 10 എണ്ണം കൊടുത്തു നോക്ക്, 2 എണ്ണം തിരിച്ചു വരും. നിങ്ങൾ നല്ല ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജനസമ്മതിയുള്ള ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉയർച്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റണം. അപ്രീഷിയേറ്റ് യുവർ സ്പൗസ്, എൻകറേജ് യുവർ ചൈൽഡ്, താങ്ക് യു ടു യുവർ പാരൻസ്, റെക്കഗ്നൈസ് യുവർ കൊളീഗ്സ്, acknowledge your friends. A small words can create a big transformation. A small words can create a big transformation. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ വാക്കില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ ചില അധ്യാപകർ, നിങ്ങളുടെ ചില ബന്ധുജനങ്ങൾ, നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലേ? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. പുള്ളി കുറച്ച് ഉഴപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്തോ സംഭവം തരികടയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പാൾ വന്നിട്ട് വർഗീസ് കുട്ടിയോട് ചോദിച്ചു, വർഗീസേ, ഇത്രയും കഴിവുള്ള പഠിക്കാൻ ശേഷിയുള്ള നീ എന്താടാ ഇങ്ങനെ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചു. എന്നിട്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കി പ്രിൻസിപ്പാളിൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ വർഗീസ് കുട്ടി പറഞ്ഞ സാധനമുണ്ട്, അതുവരെ ഞാൻ ഒരു ഉഴപ്പനായിരുന്നു. പക്ഷെ അതിന് ശേഷം ആ പ്രിൻസിപ്പാൾ നീ ബുദ്ധിമാനമാണ് എന്ന് കൊടുത്ത ഒരു സ്ട്രോക്കില്ല, അതിന് ശേഷം അയാൾ വലിയ മാറ്റത്തിലേക്ക് പോയി.
അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ ഇമോഷണൽ വേർഡ്സില്ലേ, അത് ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഫീലിംഗ് ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അത് ആൾക്കാർ പറയുമ്പോൾ, ഉദാഹരണം നിങ്ങളൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച വീട്ടിലുള്ളവരും പറഞ്ഞു, വന്ന ബന്ധുക്കൾ പറഞ്ഞു അടിപൊളിയായിരുന്നു, അല്ലെ? നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് പാടി, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാറ് വാങ്ങി, അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ വന്നിട്ടോ കേട്ടോ നീ കാറ് മേടിച്ചു, എടി നീ ബൈക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചില്ലേ, നീ എന്നാൽ ആ പരീക്ഷ വിൻ ചെയ്തില്ലേ, മിടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ തോളിലൊന്ന് തട്ടി ഒരു ഷെയ്ക്കൻഡ് കൊടുത്തു ഒന്ന് കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ലൈഫിൽ കിട്ടുന്ന ഈ ഒരു ലഡു പൊട്ടി പോനെ. നിങ്ങളുടെ ഒറ്റ വാക്ക് തന്നെ ഒരാളുടെ ദിവസം വേണമെങ്കിൽ മാറ്റി മറച്ചു എന്ന് വരാം. നിങ്ങൾ നിരന്തരം നൽകുന്ന അംഗീകാരങ്ങൾ അവളുടെ ജീവിതം തന്നെ മാറ്റും. നമ്മളെ ഒരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ ഇഗ്നോർ ചെയ്താൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ ഒരാൾ കണ്ടിട്ട് പരിഗണിച്ചില്ല, ഒഴിവാക്കി, നിങ്ങളോടൊരു വാക്ക് സംസാരിച്ചില്ല, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങളുടെ ബോസ് പരിഗണിച്ചേയില്ല, നിങ്ങളൊരു നല്ല ജോലി ചെയ്തു, നിങ്ങൾ അഭിനന്ദിക്കാൻ ആരുമില്ല, നിങ്ങളുടെ കുട്ടി നന്നായി മാർക്ക് മേടിച്ചു, ഒരു അഭിനന്ദനം കിട്ടില്ല, എന്തൊരു വൈകാരിക പ്രശ്നം ഉണ്ടാകുമോ, ഇമോഷണൽ ഇഷ്യൂ ഉണ്ടാകുമോ അല്ലേ? അത് അവനെ താഴോട്ട് നയിക്കും. നമ്മളിലെല്ലാം അംഗീകാരം ദാഹിക്കുന്ന ഒരു മനസ്സുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരും ഈ ദാഹമുള്ള വ്യക്തികളാണ്. അങ്ങനെ നിങ്ങൾ സ്ട്രോക്ക് ഒന്ന് കൊടുത്തു നോക്കൂ, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കണ്ടെത്തി ഇതൊരു ശീലമാക്കി മാറ്റും. എന്ത് മാറ്റം ഉണ്ടാവും നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി കിട്ടിയ ഇതുപോലത്തെയുള്ള റെക്കഗ്നേഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് എഴുതിയിടും. കാരണം നിങ്ങളുടെ എഴുതിയിടൽ ഈ ടോപ്പിക്ക് എത്രമേൽ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങളുടെ ഈ അനുഭവം കൂടി കുറിച്ചിടുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവും. നമുക്ക് സ്ട്രോക്കിനെ പറ്റി കൂടുതൽ അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. സൈക്കോളജിയിലെ ഇതുപോലത്തെ കുറേ ടേംസ് നമുക്ക് പഠിച്ചെടുക്കാം. താങ്ക് യു.